ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളാണല്ലോ, കുരിശിൻ്റെ വഴിയുടെ ദിനങ്ങളാണ്. ഒത്തിരി നല്ല മനുഷ്യർ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയ പ്രാർത്ഥനയാണ്. 14 സ്ഥലങ്ങളാണല്ലോ. അതിലൊന്നാം സ്ഥലത്ത് ഈശോ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്ന സംഭവമാണ് അനുസ്മരിക്കുന്നത്. എല്ലാവരും ഈശോയെ കൈയൊഴിഞ്ഞു കേട്ടോ. ഗത്സമേനിയിൽ ഈശോയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 4 നാൾ മുമ്പ് ഓശാനെ പാടിയവരാരും ഇല്ല. എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് പോയി. ഈശോയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, താൻ ദൈവപുത്രനാണെന്ന്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബലത്തിൽ കയ്യഫസ് പറയുകയാണ്, ഈ മനുഷ്യൻ വധശിക്ഷ അർഹിക്കുന്നവനാണ്. പക്ഷെ വധശിക്ഷ നൽകാൻ കയ്യഫസിന് അധികാരമില്ല. അതുകൊണ്ട് വധശിക്ഷ നൽകാൻ അധികാരമുള്ള പിലാത്തോസിൻ്റെ അടുത്തേക്ക് ഈശോയെ അയക്കുകയാണ്. ഈശോ പിലാത്തോസിൻ്റെ മുമ്പിൽ ദൈവമാണെന്ന് ഓർക്കണം, സൃഷ്ടാവാണെന്ന് ഓർക്കണം. പിലാത്തോസിൻ്റെ സൃഷ്ടാവായ ദൈവം പിലാത്തോസിൻ്റെ മുന്നിലൊരു കുറ്റവാളിയെപ്പോലെ നിൽക്കുകയാണ്. പിലാത്തോസിനറിയാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീവിത പങ്കാളിക്കാണെങ്കിൽ രാത്രിയിൽ ചില ദൈവദർശനങ്ങളൊക്കെ ഉണ്ടായി. ആ മനുഷ്യൻ്റെ അനീതിമാൻ്റെ രക്തത്തിൽ പങ്കുചേരരുതെന്നൊക്കെ കുറിപ്പും കൊടുത്തയച്ചു. ആ കുറിപ്പൊക്കെ വായിച്ചു നോക്കി. പക്ഷേ ജനക്കൂട്ടം ഇളകി പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ജനക്കൂട്ടത്തിന് അനുകൂലമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അധികാരം നഷ്ടപ്പെടും, കസേര നഷ്ടമാകും. ഈ അധികാര കസേര നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കെന്താണ് വില എന്നാണ് പിലാത്തോസ് ചിന്തിക്കുന്നത്. സാക്ഷിമൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ടായിരുന്നിട്ടും പിലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുകയാണ്. അങ്ങനെ ആ നിരപരാധിയായ മനുഷ്യൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. ഈശോ മൗനം അവലംബിച്ചു. പക്ഷെ ആ മൗനം വാചാലമായിരുന്നു. കാരണം പിലാത്തോസിൻ്റെ ഉള്ളിലേക്ക് കയറി ഈശോ നോക്കിക്കാണും. പിലാത്തോസിൻ്റെ ആ സമയത്തെ മനോഭാവം ഒരുപക്ഷെ ഇതായിരുന്നിരിക്കാം, എന്ത് വില കൊടുത്തും എത്ര വില കെട്ടും തൻ്റെ അധികാരം ഉറപ്പിച്ച് നിർത്തണം, അതിനുവേണ്ടി എത്ര താഴാനും തയ്യാറാണ്. ആ ഒരു പിലാത്തോസിൻ്റെ മനോഭാവം ഈശോ വായിച്ചെടുത്തിട്ടുണ്ടാവണം. നമുക്കൊക്കെ ഇതൊരു ആത്മശോധനാ വേളയാണ് കേട്ടോ. നാം ആരെയൊക്കെയോ വിധിക്കുന്നില്ലേ? നമ്മൾ ആരെയൊക്കെയാണ് വിധിക്കുന്നത്? നമ്മെ എതിർക്കുന്നവരെ, നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും ഭീഷണിയാണെന്ന് നമുക്ക് സംശയം തോന്നുന്നവരെ. കയൻ ആബേലിനെ കൊന്നില്ലേ? സ്വന്തം കുറ്റം കയൻ തിരിച്ചറിഞ്ഞില്ല, ആബേലിനെ കൊല്ലുകയാണ് ചെയ്തത്. നാം കൊല്ലുന്നത് അധികവും നാവുകൊണ്ടല്ലേ? പ്രഭാഷകൻ പറയുന്നുണ്ടല്ലോ, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക എന്ന്. നാം ആത്മശോധന ചെയ്യാം. നാവുകൊണ്ട് നാം ആരെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് ഈ സമയത്ത് ചിന്തിക്കാം. ആമേൻ.